പ്രവൃത്തിയാണ് പൊക്കം. 8 അടി പൊക്കമുള്ള പദ്ധതികളാൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ യുവജനങ്ങളെ സിവിൽ സർവീസ് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത തലപ്പൊക്കത്തിന്റെ പേരാണ് നജീബ് കാന്തപുരം. ഏതെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് വാചാലരാവുന്ന ഇടത് സുഹൃത്തുക്കളൊന്നും ഈ വഴിക്ക് കാണുന്നില്ല. 8.25 അട്ടി വെച്ച പോലെ അത്രയും ഉയരമുള്ള ഒരാളാണ് ഇവിടെ ആക്രമിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുന്നവർക്കറിയാം. CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷ MLA-ക്കെതിരെ നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശമാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വേദവാക്യം പോലെ വിഴുങ്ങുന്ന ഭരണപക്ഷം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതും കേരളം കണ്ടു. അമ്പലം വിഴുങ്ങുന്ന സർക്കാരിന്റെ തലവൻ എത്ര വിദ്വേഷത്തോടെയാണ് പ്രതിഷേധ സ്വരങ്ങളെ കാണുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നജീബ് കാന്തപുരം എന്ന് പറയുന്ന പെരിന്തൽമണ്ണയുടെ MLA-ക്കെതിരെ നടത്തിയ ബോഡി ഷേമിംഗ്, അതായത് ഒരു അധിക്ഷേപം, പ്രതിഷേധങ്ങളോടും ചോദ്യങ്ങളെയും വളരെ അസ്വസ്ഥനാവുന്ന പിണറായി വിജയനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ പിണറായി വിജയൻ നിയമസഭയിലില്ല. പിണറായി വിജയൻ ഡൽഹിക്ക് പോയിരിക്കുകയാണ് തന്റെ ഹെഡ് മാസ്റ്റർമാരെ കാണാൻ. കാണുന്നത് നരേന്ദ്രമോദിയെയാണ്, കാണുന്നത് അമിത്ഷായെയാണ്, കാണുന്നത് JP നദ്ദയെയാണ്. ഈ തന്റെ ഹെഡ് മാസ്റ്റർമാരെ, അതായത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് നിയമസഭയുടെ പടി കാണാൻ അവസരം ഒരുക്കി തന്ന RSS-കാരനെ കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ ഡൽഹിക്ക് പോയിരിക്കുകയാണ്. എന്നാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്രയും അധപ്പതിക്കുമെന്ന് കേരള ജനത ഒരിക്കൽ പോലും വിചാരിച്ചില്ല. കാരണം ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെയും ഉയർന്നു വരുന്ന ചോദ്യങ്ങളെയും നേരിടാൻ കഴിയാതെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു കാണിക്കുന്ന ഈ പറയുന്ന മുഖ്യമന്ത്രിയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ നജീബ് കാന്തപുരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പെരിന്തൽമണ്ണയുടെ വികസന കാര്യങ്ങളുമായിട്ട് നജീബ് കാന്തപുരത്തിന്റെ അത്ര പൊക്കമെത്താൻ പിണറായി വിജയൻ ഈ തൈക്കണ്ടി വിജയൻ 10,000 ജന്മമെടുത്താലും സാധിക്കില്ല എന്നുള്ളതാണ്. തൈക്കണ്ടി വിജയൻ എത്ര കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഈ തൈക്കണ്ടി വിജയന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഈ കാലയളവിൽ ഏതെങ്കിലും തരത്തിൽ നജീബ് കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന തരത്തിൽ അല്ലെങ്കിൽ മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ എന്ത് പ്രവർത്തനമാണ് ഈ തൈക്കണ്ടി വിജയൻ നടത്തിയിട്ടുള്ളത്? തൈക്കണ്ടി വിജയൻ RSS-കാരെ കൂട്ടുപിടിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, തന്റെ മകളെ സംരക്ഷിച്ചു പിടിക്കാനും തന്റെ മകൾ കട്ടുമുടിക്കുന്നതിന് കൂട്ടു നിൽക്കാനും പിണറായി വിജയൻ നിന്നു കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പെരിന്തൽമണ്ണയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. അവിടെ ഒരു IAS അക്കാദമി ഉണ്ട്. ആ അക്കാദമിയിൽ വർഷാവർഷം ഇപ്പോ നിലവിൽ ഈ വർഷത്തിൽ അവിടെ 37 വിദ്യാർത്ഥികളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറിമാരായിട്ടും മുനിസിപ്പൽ സെക്രട്ടറിമാരായിട്ടും ഒക്കെ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ വർഷം 37 വിദ്യാർത്ഥികൾ. അത് ഈ നജീബ് കാന്തപുരം വിഭാവനം ചെയ്യുന്ന IAS അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അതിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഉടുതുണിക്കും മറുതുണികളും ഇല്ലാത്തവർ വെറും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കോച്ചിങ്ങുകൾ കൊടുത്ത് അവരെ ജീവിതത്തിന്റെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനാണ് ഈ നജീബ് കാന്തപുരം. അയാളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ലിഫ്റ്റ് കയറി പൊന്തി മുകളിലോട്ട് പോയാലും തന്റെ അപ്പന്റെ പാരമ്പര്യം വെച്ചിട്ട് കള്ള് ചെത്താൻ തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും നജീബ് കാന്തപുരത്തിന്റെ പ്രവൃത്തിയെ പൊക്കത്തിലെത്താൻ പിണറായി വിജയൻ ഈ ആയുസ് കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ആയുസ് കൊണ്ട് പിണറായി വിജയൻ എന്താണ് സാധിച്ചത്? നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. പിണറായി വിജയൻ ഈ രാഷ്ട്രീയ ജീവിതം കൊണ്ട് എന്താണ് ഉണ്ടാക്കിയെടുത്തത്? അയാളുടെ പൊക്കത്തോളം എത്താൻ പിണറായി വിജയ ഇനിയും ഒരു തവണ കൂടി തൈക്കണ്ടി വിജയൻ ജനിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയ ഷാഫി പറമ്പിൽ നജീബ് കാന്തപുരത്തിന് ഈ പറയുന്ന പിന്തുണയുമായി ഫേസ്ബുക്കിൽ ഇന്നലെയാണ് തന്റെ പോസ്റ്റ് പങ്കുവച്ചത്. ഷാഫി പറമ്പിൽ അടക്കമുള്ള കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന, അതിന് കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ CPM എന്നോ വ്യത്യാസമില്ലാതെ കേന്ദ്രത്തിന്റെ ഈ പറയുന്ന IAS അക്കാദമിയിൽ സന്ദർശിച്ചവരാണ്. പിന്നെ പിണറായി വിജയൻ സ്വപ്നം കാണുന്ന നിയമസഭയിലെ അംഗങ്ങളൊക്കെ
സിക്സ് പാക്കും 6 അടിയിലധികം പൊക്കവും ഉള്ളവരാണല്ലോ. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഈ ബോഡി ഷെയ്മിങ്ങിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പറയുന്ന ഓട്ടച്ചങ്കന്റെ ഇത്തരത്തിൽ അസഹിഷ്ണുതയുടെ വാക്കുകൾക്ക് കൈയടിക്കാൻ കുറെ അന്തംഗമി മന്ത്രിമാരും സഭാ അംഗങ്ങളും, ഇതൊന്നും കേരളം കാണുന്നില്ലെന്ന് മാത്രം ഈ പിണറായി വിജയൻ ആലോചിക്കരുത്. എന്താണെങ്കിലും ഇപ്പൊ കുറെ അന്തംഗമ്മികൾ സൈബർ ഇടങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ഇരുന്ന് മോങ്ങുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാല്, മുഖ്യമന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒരു നാടൻ പ്രയോഗം പ്രയോഗിച്ചെന്നേ ഉള്ളൂ, അത് നജീബ് കാന്തപുരത്തിന്റെ പേരൊന്നും പറഞ്ഞില്ലാലോ എന്നൊക്കെയാണ് പറയുന്നത്. അത് മാത്രവുമല്ല, ഇപ്പോ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ കടുത്തപ്പോ ഇരുന്ന് മോങ്ങാൻ അന്തംഗമ്മികൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നിരങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇതിന്റെ കമന്റ് ബോക്സ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. എന്റെ അയൽ പഞ്ചായത്ത് സെക്രട്ടറി നജീബിന്റെ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിച്ച ഒരാളാണ്. ഇങ്ങനെ കേരളത്തിലെ 139 MLA-മാർക്കും ചെയ്യാൻ പറ്റാത്ത വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തിയ മാതൃക ജനപ്രതിനിധിയാണ് നജീബ്. നജീബ് എത്രയോ ഉയരത്തിലാണ് എന്നൊരാൾ. കെ സുധാകരൻ മുൻപ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് എന്നതിനേക്കാൾ വലിയൊരു അപമാനം മലയാളികൾക്ക് ഉണ്ടായിട്ടില്ല. ഹലോ മിസ്റ്റർ പിണറായി, പൊക്കത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ്. നിങ്ങൾ യുവജനങ്ങളുടെ കയ്യിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ കൊടുക്കുമ്പോൾ നജീബ് കാന്തപുരം യുവജനങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ് കൊടുത്തത്. അതുകൊണ്ട് താങ്കൾക്ക് പുറമെ എത്ര പോളിഷ് ചെയ്താലും താങ്കളുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ ഇതുപോലെ ചീറ്റിക്കൊണ്ടേയിരിക്കും. ബസ്സിന്റെ പടിയിൽ നിന്ന് കാല് പൊക്കി വെക്കാൻ പോലും കഴിയാത്ത, ബസ്സിൽ ലിഫ്റ്റ് ഫിറ്റ് ചെയ്ത് യാത്ര ചെയ്യുന്ന, ഒന്ന് നിവർന്ന് നടക്കാൻ പോലും കഴിയാതെ കുനിഞ്ഞു നടക്കുന്ന ധർമ്മടത്തെ ഹൃതിക് റോഷനാണ് ഈ പറയുന്നത് അമ്പലം വിഴുങ്ങികൾ എന്ന് മറ്റൊരാള്. എനിക്കൊരു രണ്ടാം കെട്ടിന് ഉദ്ദേശമില്ല, അങ്ങനെ കെട്ടിച്ചു വിടാൻ അങ്ങേക്കൊരു മകളും ബാക്കിയില്ല, പിന്നെന്തിനാണ് എന്റെ ഉയരത്തെ കുറിച്ച് അങ്ങേക്ക് വേവലാതി എന്ന് കാന്തപുരം നജീബ്. ഞാൻ പെരിന്തൽമണ്ണയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്ന ആളാണ്. ആ അനുഭവം എനിക്ക് പറയാനാകും. ശ്രീ നജീബ് കാന്തപുരത്തിന്റെ ഭൂരിപക്ഷം 37 വോട്ടായി ചുരുങ്ങിയത് പെരിന്തൽമണ്ണക്കാർക്ക് പറ്റിയ അബദ്ധമാണ്. യഥാർത്ഥത്തിൽ 37,000 വോട്ടിന് ജയിക്കേണ്ടതായിരുന്നു. അത്രക്ക് കഴിവും പ്രാപ്തിയും ദീർഘവീക്ഷണവും നൂതന ആശയങ്ങളും നല്ല വികസന കാഴ്ചപ്പാടുമുള്ള മാന്യനും ജനകീയനുമായ ജനപ്രതിനിധിയാണ് അദ്ദേഹം. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന കാര്യം തീർച്ചയാണ്. ഇങ്ങനെ പണ്ട് അമിത്ഷായെ പറഞ്ഞിട്ട് ഇപ്പോ അയാളുടെ മുന്നിൽ കുമ്പിട്ട് കഴുത്ത് വളഞ്ഞു പോയി ഹൃതിക് റോഷന്റെ എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ വായി നോക്കികളാണെന്ന് VD സതീശൻ പറയുന്നുണ്ട് പോലും. അത് മറ്റൊരു അന്തംഗമ്മി. ഞാൻ പറയട്ടെ, ഈ ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ അന്തംഗമ്മികൾ ന്യായീകരിച്ച് മെഴുകാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു നട്ടല്, അതല്ലെങ്കിൽ ഒരു മാന്യത എന്നൊന്നും പറയുന്ന ഒന്നില്ല എന്നാ തോന്നുന്നത്. ഈ പറയുന്ന പിണറായി വിജയൻ എന്തൊക്കെ തീട്ടം തുപ്പിയാലും ആ തുപ്പിയ തീട്ടം എടുത്ത് തിന്നാൻ ഇവറ്റകൾ റെഡിയാണ് എന്നുള്ളതാണ്. മറ്റൊരാള്, പിണറായി വിജയനോളം ബോഡി ഷേമിങ്ങും ആക്ഷേപങ്ങളും നേരിട്ട ഒരു വ്യക്തി കേരളത്തിലുണ്ടോ എന്ന് ആദ്യം താങ്കൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് മതി പിണറായിക്കെതിരെ ആക്ഷേപ വർഷം ആരോപിക്കാന്. ഇവനെ പോലെയുള്ളവരെ ബോഡി ഷേമിംഗ് എല്ലാം എടുത്തെറിയണം. ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയുകയാണ് ഇവനൊക്കെ വേണ്ടത്. ആരാണ്, ഏത് നേതാവാ ഈ പിണറായി വിജയനെ ബോഡി ഷേമിംഗ് നടത്തിയിട്ടുള്ളത്? നിയമസഭയ്ക്ക് അകത്ത് ഇരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു MLA ബോഡി ഷേമിംഗ് നടത്തുന്ന ഇവൻ, അല്ലെങ്കിൽ ഇവൻ ഷെയിം ചെയ്യാത്തതും ഇവൻ പരിഹസിക്കാത്തതുമായ ആരാ ഉള്ളത്? പള്ളിയിൽ അച്ഛനെ നിർദ്ദിഷ്ട ജീവി എന്നും NK പ്രേമചന്ദ്രനെ പരനാറി എന്നും ഒക്കെ വിളിക്കുന്ന ഇവനെ പോലെയുള്ള ഒരു മര്യാദയും ഇല്ലാത്ത ഈ തൈക്കണ്ടി വിജയനെ എടുത്തെറിയണം. പിണറായി വിജയനെ ഈ മുഖ്യമന്ത്രി കസേര, അതിന് വളരെ അധിക ദൂരമൊന്നുമില്ല, കുറഞ്ഞ സമയം കൂടി നമ്മൾ സഹിച്ചാൽ മതി. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ വേസ്റ്റുകളെ കേരളത്തിലെ ജനത എടുത്തെറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എന്തൊക്കെയാണെങ്കിലും ഇപ്പോ ഷാഫി പറമ്പിൽ മാത്രമല്ല കേട്ടോ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പലരും ഈ നജീബ് കാന്തപുരത്തിന് വേണ്ടി പിന്തുണയുമായി രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയാണ്. എന്താണെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഒരു ഇരിക്കുന്ന സ്ഥാനത്തിന് അതിനൊരു അർഹതയുണ്ട്, അതിനൊരു മാന്യതയുണ്ട്, അതിൻ്റെതായ ചില രീതികളുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ കിടന്നുകൊണ്ട് വിമർശനങ്ങളൊക്കെ പരിധി കടന്നുകൊണ്ട് ഒരു മനുഷ്യനെ ഇത്തരത്തിൽ അയാളുടെ പൊക്കം
കണക്കിലെടുത്ത് അയാളുടെ ബോഡിയുടെ സ്ട്രക്ചറൊക്കെ കണക്കിലെടുത്ത് ഇത്തരത്തിൽ ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരങ്ങൾ നൽകാൻ കഴിയാതെ വരുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഒരു പരിപാടി മാത്രമാണ് വിജയ. ഇതെങ്കിലും ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഉണ്ടാവണം വിജയ.